കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലസ് ഗൗതം ഗംഭീർ അതൊരു മാരക ഡെഡ്ലി കോമ്പിനേഷൻ ആണ്. അതിനോളം ഭയപ്പെടുത്തുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ വേറെ കണ്ടെത്താൻ കഴിയില്ല. കഴിഞ്ഞ 2 സീസണുകളിലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിന്റെ പരിഭാഷയെ നമുക്ക് കൊൽക്കത്തയിലെ രാത്രികളിലെ വെറും വഴിപോക്കന്മാരായ യാത്രക്കാർ എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ ഗൗതം ഗംഭീർ എന്ന ഹൃദയത്തിനെ അവിടെ സന്നിവേശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വെറും വഴിപോക്കന്മാർ എന്നത് മാറി കൊൽക്കത്തയിലെ രക്തദാഹികളായ രാത്രിഞ്ചരന്മാർ എന്നുള്ള പേരായിരിക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിനുള്ള പരിഭാഷയായി നമുക്ക് പറയേണ്ടത്. യെസ്, ഗൗതം ഗംഭീർ എന്ന താരം ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒരു ഡെഡ്ലി കോമ്പിനേഷൻ തന്നെയാണ്. അതൊരു തീയാണ്. ആ തീയിൽ തൊട്ടാൽ പൊള്ളും, ആളിക്കത്തും. ഗൗതം ഗംഭീർ വന്നതിന് ശേഷം ഈ ഒരു സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പ്രകടനം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വിച്ചിട്ട പോലെയാണ് സുനിൽ നരൈൻ എന്ന താരത്തിന്റെ പ്രകടനം ഫ്ലിപ്പർ റൗണ്ട് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ പല താരങ്ങളുടെയും കൂട്ടുകെട്ടുകൾ വർദ്ധിച്ചു. ഹൃദയം കൊണ്ട് കളിക്കുന്ന ഒരു നിരയെ നമുക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ സീസണിൽ 2022 IPL സീസണിൽ 7ാം സ്ഥാനത്തായിരുന്നു പോയിന്റ് ടേബിളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സ്ഥാനം. 2023 സീസണിലും 7ാം സ്ഥാനത്ത് തന്നെയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സ്ഥാനം. പക്ഷേ ഗൗതം ഗംഭീർ എന്ന തല വന്നതോടുകൂടി വിക്ടറി സ്ട്രീക്ക്, വിന്നിംഗ് സ്ട്രീക്ക്, വിജയ തേരോട്ടമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ ആദ്യമായിട്ട് പ്ലേ ഓഫിൽ എത്തുന്ന ടീമും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തന്നെയാണ്. ബാക്കിയുള്ള ഘടകങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും എല്ലാം സടകുടഞ്ഞ് എഴുന്നേക്കുന്ന കാഴ്ചയാണ് ഗൗതം ഗംഭീറിന്റെ വരവോടുകൂടി നമ്മൾ കണ്ടത്. ഈ സീസണിൽ വരുൺ ചക്രവർത്തി 18 വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഹർഷിത് റാണ 16 വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. സുനിൽ നരൈൻ 15 വിക്കറ്റ് സ്വന്തമാക്കിയത് കൂടാതെ ബാറ്റിംഗ് നിരയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ആൻഡ്രെ റസൽ 15 വിക്കറ്റ്, മിച്ചൽ സ്റ്റാർക്ക് 12 വിക്കറ്റ്, അറോറ 9 വിക്കറ്റ്. ഇങ്ങനെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെയും ഏകോപിപ്പിച്ച് കൊണ്ടുവരാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. ഗൗതം ഗംഭീർ എന്ന എക്സ് ഫാക്ടറിന് കഴിയുന്നുണ്ട്. ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ക്യാപ്റ്റനെ പലരും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഗൗതം ഗംഭീർ എന്ന മെന്റർ കൂടെ ഉണ്ടെങ്കിൽ അയ്യർക്കും പലതും പറ്റും എന്ന് ആള് തെളിയിച്ചു കഴിഞ്ഞു. അവസാന നിമിഷത്തെ ബോളിംഗ് ചേഞ്ചസ് ഒക്കെ ഗംഭീർ പകർന്നു നൽകുന്ന ആത്മവിശ്വാസമാണെന്ന് നമ്മുടെ ശ്രേയസ് അയ്യർ പറയുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഗൗതം ഗംഭീറും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനെ എഴുതി തള്ളാൻ നിന്നാൽ എതിരാളികൾ കടവിറങ്ങി പോകട്ടെ എന്നുള്ളത് സത്യമാണ്. ഗൗതം ഗംഭീർ പ്ലസ് KKR വാസ് എ ഡെഡ്ലി ഡിസ്ട്രക്റ്റീവ് കോമ്പിനേഷൻ. കഴിഞ്ഞ 6 മത്സരങ്ങളുടെ ഫലമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ KKR മുംബൈ ഇന്ത്യൻസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. മുംബൈ ഇന്ത്യൻസിനെ തന്നെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. മുംബൈ ഇന്ത്യൻസിനെ എടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിനെ മാത്രം. പിന്നീട് RCB കിട്ടുമ്പോഴും പഞ്ഞിക്കിടുന്നുണ്ട്. ചില സമയങ്ങളിൽ തിരിച്ചടികൾ ഉണ്ട് എങ്കിൽ പോലും ടീമിനിടയിലെ ആ ഒരു ഒത്തൊരുമ കൊണ്ടുവരുന്നതിൽ ഗൗതം ഗംഭീർ വിജയിച്ചിട്ടുണ്ട്. അങ്ങേര് ഈ ടീമിന്റെ ഭാഗ്യജാതകമാണ്.